പത്തനംതിട്ടയിലേക്കാണ് ശ്രീകുമാരൻ ചെയ്യുന്നത്. ശ്രീജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജില്ല എന്ന നിലയിൽ തന്നെ പ്രതിഷേധം ശക്തമാകാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷം ഇപ്പോൾ? കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയാണോ? പോലീസ് വിന്യാസവും ഉണ്ടോ അവിടെ? സുഹൈല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം നാടാണ് അടൂർ. ഇവിടെ വെച്ചാണ്, ഈ അടൂരിൽ വെച്ചാണ് രാവിലെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ ചെറിയൊരു വിഭാഗം പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവർ റോഡ് വിരോധം അവർ റോഡ് വിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. DCC ജനറൽ സെക്രട്ടറി MG കണ്ണന്റെയും അതുപോലെ തന്നെ ആന്റോ ആന്റണി MP യുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. വലിയ തോതിൽ പ്രധാനപ്പെട്ട പാതയാണ്, പോലീസ് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധ നില കാണും. നമുക്ക് ആന്റോ ആന്റണി MP യുടെ ഒരു പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിന്റെ ആന്റോ ആന്റണിയുടെയും പ്രതികരണം തേടേണ്ടതുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനാണോ തീരുമാനം? ഇത് ജനാധിപത്യത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. ഒരു ഭരണകൂടത്തിന്റെ ധിക്കാരവും അഹങ്കാരവും ഏതറ്റം വരെ പോകാം, അസഹിഷ്ണുത ഏതറ്റം വരെ പോകാമെന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെ ഈ പിണറായി ഭരണത്തിന്റെ കൊള്ളരുതായ്മകളെ വിമർശിച്ചതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഒന്ന് ഓർത്തോ, കേരളത്തിലെ ജയിലുകൾ പോരാ, നിങ്ങൾ നൂറുകണക്കിന് ജയിലുകൾ പണിയേണ്ടി വരും. അത്ര ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലയടിക്കും, സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഭരിച്ച നാടുകളിലെല്ലാം എതിർത്തവരെ കൊന്നും, എതിർത്തവരെ കുഴിച്ചുമൂടിയും, എതിർത്തവരെ അടിച്ചൊതുക്കിയും പോയിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഓർക്കണം. ഇത് കേരളത്തിലെ ഇടത് ഭരണത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്.